ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആഗോള ഭൗമരാഷ്ട്രീയത്തിലും സൈനിക വൃത്തങ്ങളിലും വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. സുമി മേഖലയ്ക്ക് മുകളിൽ വെച്ച് റഷ്യയുടെ അത്യാധുനിക യുദ്ധവിമാനമായ സുഗോയ് 35 ഉക്രൈന്റെ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ അനുകൂല സൈനിക ബ്ലോഗർമാരും അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമങ്ങളും ഈ വിവരം റിപ്പോർട്ട് ചെയ്തതോടെ വ്യോമയുദ്ധം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കൻ നാറ്റോ സഖ്യം ഉക്രൈന് നൽകിയ F-16 വിമാനങ്ങൾ യുദ്ധരംഗത്ത് സജീവമായതിനു ശേഷം ഒരു റഷ്യൻ വിമാനം അതിനെ നേരിട്ട് വെടിവെച്ചിടുന്നത് ഇതാദ്യമായാണ്. റഷ്യൻ വ്യോമസേനയുടെ പൈലറ്റുമാർക്ക് ഇതൊരു ചരിത്രപരമായ നേട്ടമായി മാറുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇതുവരെ നിലനിന്നിരുന്ന വ്യോമ പ്രതിരോധ തന്ത്രങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ സംഭവം. കുർസ്ക് അതിർത്തി മേഖലയിലാണ് ഈ ദൂരവ്യാപകമായ വ്യോമയുദ്ധം നടന്നതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിർത്തി കടന്നുള്ള റഷ്യൻ ഗ്ലൈഡ് ബോംബ് ആക്രമണങ്ങളെ തടയാനും റഷ്യൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാനുമായി ഉക്രൈൻ തങ്ങളുടെ F-16 വിമാനത്തെ നിയോഗിച്ചിരുന്നു. എന്നാൽ റഷ്യൻ റഡാറുകളുടെ കൃത്യമായ നിരീക്ഷണവും ആസൂത്രണവും ഉക്രൈന്റെ ഈ തന്ത്രത്തെ തകർക്കുകയായിരുന്നു. റഷ്യയുടെ ഏറ്റവും മാരകമായ ഹൈപ്പർ ലോങ് റേഞ്ച് മിസൈലായ R-37M ഉപയോഗിച്ചാണ് സുഖോയ് വിമാനം F-16നെ ലക്ഷ്യം വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഉക്രൈൻ അതിർത്തിയിലേക്ക് കടക്കാതെ റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ സുരക്ഷിതമായി നിലയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുഖോയ് പൈലറ്റ് ഈ മാരകമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു ദൃശ്യപരിധിക്കപ്പുറമുള്ള പോരാട്ടമായിരുന്നു എന്നതാണ്. F-16 വിമാനത്തിന്റെ പൈലറ്റ് താൻ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ റഷ്യൻ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചിട്ടുണ്ടാകാം. റഷ്യൻ റഡാർ സാങ്കേതിക വിദ്യയുടെയും മിസൈൽ ശേഷിയുടെയും കൃത്യതയാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. അമേരിക്കൻ നിർമ്മിത 6ാം മിസൈലുകളുമായാണ് ഉക്രൈന്റെ F-16 വിമാനങ്ങൾ സാധാരണയായി പറക്കാറുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷം ഇതേ സൂയി മേഖലയിൽ വെച്ച് ഉക്രൈന്റെ F-16 വിമാനം റഷ്യൻ സുഖോയ് വിമാനത്തെ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനു പകരമായി റഷ്യ ഇപ്പോൾ നടത്തിയ ഈ പ്രത്യാക്രമണം പാശ്ചാത്യ ചേരിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. രണ്ട് വൻ ശക്തികളുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിനാണ് സുമിയുടെ ആകാശം സാക്ഷ്യം വഹിച്ചത്. റഷ്യയുടെ മുൻനിര യുദ്ധവിമാനവും അമേരിക്കയുടെ എക്കാലത്തെയും വിശ്വസ്തനായ പോരാളിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാവുകയാണ് ഈ സംഭവം. നാറ്റോ രാജ്യങ്ങളുടെ വ്യോമയുദ്ധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ തകർച്ച ഉക്രൈൻ വ്യോമസേനയുടെ ആത്മവിശ്വാസത്തിന് വലിയൊരു ആഘാതം ഏൽപ്പിക്കും എന്നതിൽ സംശയമില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് F-16 വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഉക്രൈൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. അവയിൽ ഒരെണ്ണം റഷ്യൻ മിസൈലിന് ഇരയാകുന്നത് യുദ്ധരംഗത്ത് ഉക്രൈന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു പ്രൊപ്പഗാൻഡ വിജയമാണ്. പാശ്ചാത്യ സാങ്കേതിക വിദ്യകളെ തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ മോസ്കോയ്ക്ക് ഇതിലൂടെ സാധിച്ചു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആയുധ നിർമ്മാണ മേഖലയും സാങ്കേതിക വിദ്യയും കൂടുതൽ കരുത്താർജിക്കുകയാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഈ സംഭവം ആഗോള വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പാശ്ചാത്യ ആയുധങ്ങളുടെ അജയ്യതയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾക്ക് ഈ തകർച്ച മങ്ങലേൽപ്പിച്ചേക്കാം. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്കും ഈ വാർത്ത വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. തങ്ങളുടെ വിമാനങ്ങളുടെ സുരക്ഷയും ശേഷിയും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഈ വ്യോമയുദ്ധം വരും ദിവസങ്ങളിൽ ഉക്രൈനിലെ യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. റഷ്യൻ വിമാനങ്ങൾ കൂടുതൽ ആക്രമണാത്മകമായി ഉക്രൈൻ അതിർത്തികളിലേക്ക് പറക്കാൻ ഇത് കാരണമായേക്കാം. കനത്ത വ്യോമാധിപത്യം സ്ഥാപിക്കാൻ റഷ്യൻ സൈന്യം ഇനി കൂടുതൽ കടുത്ത നീക്കങ്ങൾ നടത്തിയേക്കും. ഉക്രൈൻ തങ്ങളുടെ ശേഷിക്കുന്ന F-16 വിമാനങ്ങളെ ഇനി കൂടുതൽ ജാഗ്രതയോടെ മാത്രമേ ഉപയോഗിക്കൂ. റഷ്യൻ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ താഴ്ന്നു പറക്കാനും അതിർത്തിയിൽ നിന്ന് ദൂരെ മാറി നിലയുറപ്പിക്കാനും അവർ നിർബന്ധിതരായേക്കാം. ഇത് ഉക്രൈന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ പരിമിതപ്പെടുത്തും.
പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് കൂടുതൽ അത്യാധുനികമായ റഡാർ സംവിധാനങ്ങളും പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകളും നൽകാൻ ഈ സംഭവം കാരണമായേക്കാം. റഷ്യയുടെ ലോങ് റേഞ്ച് മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന തിരിച്ചറിവ് നാറ്റോ സഖ്യത്തിന് ഉണ്ടായിട്ടുണ്ടാകാം. യുദ്ധം കൂടുതൽ സങ്കീർണമായ ആയുധ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യയുടെ ഈ വിജയം താൽക്കാലികമാണോ അതോ വരാനിരിക്കുന്ന വലിയ വ്യോമാധിപത്യത്തിന്റെ തുടക്കമാണോ എന്ന് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കും. എന്നിരുന്നാലും സുമി മേഖലയിലെ ആകാശത്ത് നടന്ന ഈ പോരാട്ടം ഉക്രൈൻ യുദ്ധചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമായി രേഖപ്പെടുത്തപ്പെടും. സുഖോയ് 35 വിമാനത്തിന്റെ ഈ ആക്രമണം കേവലം ഒരു വിമാനം വെടിവെച്ചിട്ടതിനേക്കാൾ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആകാശത്തെ ഈ പുതിയ യുദ്ധതന്ത്രങ്ങൾ ആഗോള സുരക്ഷാ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. രണ്ട് വൻ ശക്തികളുടെ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം അതീവ ജാഗ്രതയോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്.